പ്രിയ സഹോദരങ്ങളെ, ഇനിയാണ് ഈ ലൈവിൽ വരാൻ കാരണം. ഇന്ന് ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് മെത്രാപ്പോലീത്തായുടെ ഒരു കുറിപ്പ് കണ്ടതുകൊണ്ടാണ്. അതായത്, അരവണകളുടെ കേക്ക് സൽക്കാരത്തിന് പിന്നിലെ ലക്ഷ്യം തിരിച്ചറിയുവാൻ വിവരവും പ്രാപ്തിയുമുള്ള സമൂഹമാണ് ക്രൈസ്തവരെന്ന് മറക്കരുത്. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും മതമാണ് ക്രിസ്തു പഠിപ്പിച്ചത്. ക്രൈസ്തവസഭയുടെ ലക്ഷ്യവും അതുതന്നെയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം പരത്തുവാൻ നമുക്ക് ഒന്നിക്കണം. നല്ല കാര്യം അല്ലയോ സഹോദര മെത്രാപ്പോലീത്ത തീമോത്തിയോസേ. ആദ്യം യെരൂശലേം ദേവാലയത്തിൽ ദൈവം ചാട്ടവാറെടുത്ത് എന്തിനാണെന്ന് മനസ്സിലാക്കുക. അതൊക്കെ ഇന്ന് ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ നടക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ അതെല്ലാം അടച്ചുപൂട്ട്. പണത്തിൻ്റെ പുറകെ പോകാതെ അടച്ചുപൂട്ടതൊക്കെ. നിങ്ങൾക്ക് പണത്തിൻ്റെ പുറകെ പോകുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസേ, നിങ്ങളെല്ലാം അരമനകളിൽ വാഴുന്നതല്ലാതെ ഏതെങ്കിലും കാര്യത്തിൽ ക്രിസ്ത്യാനിയുടെ പുറകെ വരുന്നുണ്ടോ? ക്രിസ്ത്യാനികൾ വിളിച്ച് തൻ്റെ കൊള്ളിക്കാനല്ലാതെ നിങ്ങൾക്കറിയാമോ? ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ, നിങ്ങൾ കേക്ക് മുറിക്കുന്നതിന് നമ്മുടെ അരമനകളിൽ എന്ന് പറയുന്നു. ഞാൻ ചോദിച്ചോട്ടെ, കാതോലിക്ക ബാബ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേക്ക് തിന്നാനായിട്ട് പിണറായി വിജയൻ്റെ സർക്കാരത്തിന് പോയത്. എന്തിനു പോയി? ഞാൻ അതിനെക്കുറിച്ച് പുറകെ ഒന്നും കൂടുതൽ പറയുന്നില്ല. നിങ്ങൾ ആവശ്യമുള്ളപ്പോൾ പോയി എല്ലായിടത്തും നക്കി വെച്ച് ക്രിസ്ത്യാനികളെ വിശ്വാസികളെ പരിചാരിക്കാം. വിശ്വാസികൾ ഇനി ഒന്നിച്ച് കൂടിക്കോ തല്ലുകൊള്ളാനായിട്ട്. നിങ്ങളുടെ അതായത് സ്നേഹത്തിൻ്റെ കരുതലിൻ്റെയും മതമാണ് ക്രിസ്തു പഠിപ്പിച്ചത്. ക്രിസ്തു ഏത് മതമാണ് സ്ഥാപിച്ചത്? വല്ല മതവും സ്ഥാപിച്ചോ? ക്രിസ്തുവിൻ്റെ ലക്ഷ്യം, ക്രിസ്തു പഠിപ്പിച്ചത് ഒരു മതത്തെയും ക്രിസ്തു ഒന്നും പഠിപ്പിച്ചില്ല. ലോകത്തെയാണ് പഠിപ്പിച്ചത്. ലോകത്തോടാണ് പറഞ്ഞത്. നിൻ്റെയൊക്കെ മതം വെച്ചോണ്ടിരുന്ന നീയൊക്കെ അരവനിൽ വാഴുന്നു. ഞാൻ ചോദിച്ചേ, ഈ ക്രിസ്തുമസ് കരോളിൽ ഏതെങ്കിലും പുരോഹിതനോ മെത്രാനോ വല്ലോ സംഭവിച്ചൊന്നുമില്ലോ. എല്ലായിടത്തും നടന്നത് വിശ്വാസികൾ ക്രിസ്മസ് കരോളിന് ഇറങ്ങി. അത് കണ്ട് ഞാൻ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയാത്തതുകൊണ്ടാണ്. ക്രിസ്മസ് കരോൾ എന്താണ്? എന്തിനു വേണ്ടി നമ്മൾ കരോൾ പാട്ടും പാടി ഇറങ്ങുന്നു? അതിൻ്റെ ഉദ്ദേശം എന്താണ്? അത് നമ്മൾ ക്രിസ്തു ജനിച്ചു എന്ന സന്ദേശം ഓരോ ഭദ്രാസനത്തിലും അവിടുത്തെ ഇടവകളിൽ നിന്ന് ഇറങ്ങി ക്രിസ്തീയ സമൂഹം വിശ്വാസികൾ പാട്ട് പാടി അറിയിക്കാനായിട്ട് പോകുന്നു. അവിടെയും 10 പൈസ കുറഞ്ഞ ചീത്ത വിളിച്ച ചില നിങ്ങളൊക്കെ പോകത്തുള്ളൂ. പിരിവ് അല്ലാതെ ഈ മാത്യൂസ് തീമോത്തിയോസ് റിഞ്ചിപ്പി കോശിയച്ചൻ്റെ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പുള്ള ഒരു കുറിപ്പ് കണ്ടോ? കൂടുതൽ ദിവസം കരോൾ നടത്തി, അതിന് പ്രശസ്തി ഉണ്ടായി. കൂടുതൽ പണം കരോൾ നടത്തി കൂടുതൽ പണം സമ്പാദിച്ച ഇടവക എന്ന പേര് കരസ്ഥമാക്കി. പണം സമ്പാദിച്ച, അല്ലാതെ ക്രിസ്തുവിൻ്റെ സ്നേഹമോ ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചോ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ് പ്രശസ്തി നേടിയെന്നല്ല. നിങ്ങളൊക്കെ അവസരത്തിനൊത്ത് നിറം മാറുന്ന ഓന്തുകളാണ്, അല്ല ഒന്നുമല്ല. ഞാൻ ചോദിച്ചോളെ, തീമോത്തിയോസ്, താങ്കൾ ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ ഇരുന്നുകൊണ്ട് ഇരുന്നിട്ട് എത്ര വർഷമായി? എന്താണ് സമൂഹത്തിൽ നന്മ ചെയ്ത്, അല്ലെങ്കിൽ സമൂഹത്തോട് എന്താണ്, സമൂഹത്തിൻ്റെ മുന്നിൽ ഇറങ്ങി വന്നിട്ട്
നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, അല്ല ഇങ്ങനെ പോകണം എന്ന് അല്ലെങ്കിൽ നല്ല ഒരു ഉപദേശം കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ പുറത്തിറങ്ങത്തില്ലോ, അരമനകളിൽ ആ നല്ല കുഷ്യനിട്ട കസേരയിൽ നിന്നുകൊണ്ട് വാചകടിക്കുന്നതല്ല, നീ ഒന്നും പുറത്തു ഇറങ്ങത്തില്ലല്ലോ. പുറത്തിറങ്ങിയാൽ ദേഹത്ത് പൊടി വരണോ വല്ലൊരു നോക്കി ഒരു കല്ലെടുത്തെറിയോ, കാരണം നമ്മുടെ പ്രവൃത്തി അതാ, അതുകൊണ്ട് അതിൽ നിന്നും ഇറങ്ങാത്തത്. നിങ്ങളൊക്കെ അരമനകളിൽ വാണുകൊണ്ട് വിശ്വാസികളെ തല്ലുപൊളിക്കാനുള്ള ഇടപാട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് നിങ്ങളും. എല്ലായിടത്തും നിങ്ങൾ ആവശ്യം വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയെ എടുത്ത് മടി വെക്കുന്നുണ്ട്. ഞാൻ തിമോത്തിയോസേ, താങ്കൾ കണ്ടു കാണത്തില്ല എൻ്റെ വീഡിയോ. പുത്തങ്കാവൽ ജോസ് ഇതൊക്കെ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ജോർജ് ആ മനുഷ്യനെ അടിച്ചു. ആരെങ്കിലും ആയിക്കോട്ടെ, അതിന് താങ്കൾ പോയി കണ്ടുവച്ച് അതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്ത് സംഭവിച്ചെന്ന്? നമ്മളെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു വലിയ വസ്തുവാണെന്ന് കരുതി നമ്മൾ അതുപോലെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ പോലെ മറ്റുള്ളവരുടെ സഹോദരങ്ങളാണ്, മറ്റുള്ളവർ നമ്മുടെ സഹോദരങ്ങളാണെന്ന് ചിന്തിക്കുന്നില്ല. നിങ്ങളത് കണ്ട് പ്രവർത്തിക്കില്ല. താങ്കൾ പറയുക സ്നേഹത്തിൻ്റെ കരുതലിൻ്റെയും മതമാണ് ക്രിസ്തു പഠിപ്പിച്ചത്. ഓക്കെ, മതം അവിട്ടിരിക്കട്ടെ, സ്നേഹവും കരുതലും നിങ്ങൾ എവിടെയാണ് കാണിക്കുന്നത്? ആരോടും വേണ്ട, നിങ്ങളെ സഹോദരങ്ങളോട് നിങ്ങൾ കാണിക്കുന്നുണ്ടോ? യാക്കോബ സഭയോട് നിങ്ങൾ കാണിക്കുന്നുണ്ടോ? നിങ്ങൾ എന്തിനു വേണ്ടി പള്ളി പിടിക്കുന്നു? ആ പള്ളി എന്തിനു വേണ്ടിയുള്ളതാണ്? വിശ്വാസികൾ പ്രാർത്ഥിക്കാനുള്ളതാണ്. ആ പള്ളി നിങ്ങൾ പിടിച്ചെടുക്കുക. ഇപ്പോഴും കേസ് നടക്കുക. ഇപ്പോഴും ഇവിടെ മണർകാട്ട് പള്ളിയിലെയോ ഏതോ ഒരു പള്ളിയുടെ കാര്യത്തിൽ അവിടെ ഈ എന്തോ സ്കൂളിൽ എന്തിനേയും ഉദ്യോഗത്തിന് ഇരുത്തുന്ന ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ്, അത് എതിർക്കുന്നത് തെറ്റാണെന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് കണ്ടു. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. നിങ്ങൾ പണത്തിൻ്റെ പുറകെ പോകുന്ന ഒരു ദൈവത്തിൻ്റെ പുറകെ പോകുന്നവരാണ്, ദൈവത്തിൻ്റെ പുറകെ അല്ല. അല്ലെങ്കിൽ മാത്യോസേ പറ, നിങ്ങൾ എവിടെ സ്നേഹവും സൗഹാർദ്ദവും കാണിച്ചു? ആരോട് കാണിച്ചു? നിങ്ങളൊരു ഭദ്രാസനാധിപനല്ലേ? നിങ്ങൾ പണമുള്ളവരുടെ ശവസംസ്കാരത്തിന് പോകും. കാരണം കൈമടക്കി കിട്ടും. പാവം പിടിച്ച ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒന്ന് വിളിച്ചാൽ നിങ്ങൾ അവിടെ പോവുമോ? കാരണം പൈസ കിട്ടത്തില്ല. നിങ്ങൾ ഭാരം അടിക്കാതെ പോയി അരമനയിൽ തന്നെ ഇരുന്ന് സുഖമായി വാഴുക.